എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 10ാമത്തെ പാഠമാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഈ പാഠത്തിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അവ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. 4ാമത്തെ ചോദ്യം, എന്താണ് ഗാലക്സി? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങൾ ഏതെല്ലാം? ഗ്രഹങ്ങൾ, ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ. 6ാമത്തെ ചോദ്യം, എന്താണ് സൗരയൂഥം? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. 8ാമത്തെ ചോദ്യം, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ചത് ആര്? കോപ്പർനിക്കസ്. 9ാമത്തെ ചോദ്യം, എന്താണ് ആകാശഗംഗ? സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. എന്താണ് പ്രപഞ്ചം? കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. 11ാമത്തെ ചോദ്യം, സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെന്റോറി. വാൽ നക്ഷത്രങ്ങൾ എന്നാൽ എന്ത്? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യന്റെ അടുത്തേക്ക് ഇവ വരുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശം ഏറ്റ് തിളങ്ങുന്നു. 13ാമത്തെ ചോദ്യം, ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാൽ എന്ത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. കുള്ളൻ ഗ്രഹങ്ങൾ എന്നാൽ എന്ത്? സൗരയൂഥത്തിൽ ഉള്ള സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇവ ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറുതാണ്. 15ാമത്തെ ചോദ്യം, ഉൽക്കകൾ എന്നാൽ എന്ത്? ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. 16ാമത്തെ ചോദ്യം, ഉപഗ്രഹങ്ങൾ എന്നാൽ എന്ത്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ആണ് ചന്ദ്രൻ. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേര് എന്ത്? ജിയോയിഡ്. ജിയോയിഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭൂമിയുടെ ആകൃതി എന്നാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആര്? മഗല്ലൻ. 19ാമത്തെ ചോദ്യം, ഭൂമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം. ജിയോയിഡ് ആകൃതി. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലം. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീലഗോളമായി കാണപ്പെടുന്നു. ഭൂമിയിൽ ഒരു അന്തരീക്ഷമുണ്ട്. 20ാമത്തെ ചോദ്യം, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭൂമിയെ ആഗിരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷമാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നതും ഈ അന്തരീക്ഷം തന്നെ. 21ാമത്തെ ചോദ്യം, കാനഡയിൽ ജോലി ചെയ്യുന്ന ജനുവും മാതാപിതാക്കളുമായുള്ള വീഡിയോ കോൾ സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ. എന്തുകൊണ്ടായിരിക്കും 2 സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടായിരിക്കും അനുഭവപ്പെടുക. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടും. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ ആ ഭാഗത്ത് രാത്രിയായിരിക്കും. അടുത്ത ചോദ്യം, ഗ്ലോബ് നിരീക്ഷിച്ച് ഇന്ത്യയുടെയും കാനഡയുടെയും സ്ഥാനം കണ്ടെത്തുക. ഇവിടെ ഗ്ലോബിൽ ഇന്ത്യയുടെയും കാനഡയുടെയും സ്ഥാനം കൃത്യമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 23ാമത്തെ ചോദ്യം,
എന്താണ് ഭ്രമണം? ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭ്രമണം മൂലമാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും ആവശ്യമുണ്ട്. ഇതാണ് ഒരു ദിവസം. 24-ാമത്തെ ചോദ്യം, എന്താണ് പരിക്രമണം? ഭൂമി ഭ്രമണം ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു നിശ്ചിത സഞ്ചാരപഥത്തിൽ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാണ് പരിക്രമണം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ 365 ദിനങ്ങൾ വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാകുന്നത്. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥകളാണ് കേട്ടോ. സീസൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 25-ാമത്തെ ചോദ്യം, പാഠപുസ്തകം 169-ലെ മുത്തശ്ശിയുടെ അനുഭവം നിങ്ങൾ വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ ചുറ്റുപാടുമുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ മുത്തശ്ശി പറയുന്നത്? ആദ്യം നിങ്ങൾ മുത്തശ്ശി പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലിരുത്തി വായിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അതിൽ മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ജൂൺ മാസത്തിലെ ഇടവപ്പാതി മഴ, ഓണത്തിന്റെ വരവ്, ചൂട് വർദ്ധിക്കുന്ന കന്നിമാസം, തുലാവർഷം, വൃശ്ചികം ധനു മാസങ്ങളിലെ തണുപ്പ്, കുംഭം മീനം മേടം മാസങ്ങളിലെ വരൾച്ച. ഇതൊക്കെയാണല്ലേ മുത്തശ്ശി അതിൽ പറയുന്നത്. 26-ാമത് ചോദ്യം, എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ? ചർച്ച ചെയ്യൂ. എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും ഒരുപോലെ ലഭിക്കാറില്ല. ഓരോ വിളകൾക്കും അനുയോജ്യമായ കാലാവസ്ഥയിലാണ് അത്തരം കായ്കനികളൊക്കെ ഉണ്ടാകുന്നത്. 27-ാമത് ചോദ്യം, പേജ് നമ്പർ 169-ൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തെ ചിത്രം മഴക്കാലം, രണ്ടാമത്തേത് മഞ്ഞുകാലം, മൂന്നാമത്തേത് വേനൽക്കാലം. വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. മഴക്കാലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുഴകളും ജലാശയങ്ങളും നിറഞ്ഞൊഴുകുന്നു, അന്തരീക്ഷത്തിലെ താപനില കുറയുന്നു, അമിതമായ മഴ, പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. മഞ്ഞുകാലം, ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു, ചില വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. പൂക്കൾ, കായ്കനികൾ എന്നിവ കൂടുതലായി ഉണ്ടാകുന്നു. ഇതൊക്കെ മഞ്ഞുകാലത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി അടുത്തത് വേനൽക്കാലം. ജലാശയങ്ങൾ, പുഴകൾ എന്നിവ വറ്റുന്നു. അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു. ജലക്ഷാമം ജനങ്ങളെ ബാധിക്കുന്നു. ഭൂമിയുടെ 2 പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ഇവിടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. താഴെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അതിലെ വിട്ടുപോയ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. ഭ്രമണം, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. പരിക്രമണം, നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഋതുക്കൾ ഉണ്ടാകുന്നു. 31-ാമത്തെ ചോദ്യം, എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. 32-ാമത്തെ ചോദ്യം, ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം. 33-ാമത്തെ ചോദ്യം, എന്താണ് കാലാവസ്ഥ? ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. 34-ാമത്തെ ചോദ്യം, കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകരമാണ്? യാത്രകൾ ക്രമീകരിക്കാം, മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം, മുൻകരുതലുകൾ എടുക്കാം, അപകട സാധ്യതകൾ കുറയ്ക്കാം. 35-ാമത്തെ ചോദ്യം, പാഠപുസ്തകം പേജ് 171-ൽ നൽകിയിട്ടുള്ള എസ്.കെ. പൊറ്റക്കാട്ടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയുടെ ഭാഗം നിങ്ങൾ വായിച്ചല്ലോ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തുള്ളതെന്ന് കണ്ടെത്തി എഴുതുക. നോർവേയാണ് പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. അത് യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ അധികവും ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഇവിടെ 6 മാസക്കാലം നീണ്ട രാത്രിയാണ്. ആ സമയത്ത് പകൽ വെളിച്ചം 1-2 മണിക്കൂർ മാത്രമാണ് ഉണ്ടാവുക. 37-ാമത്തെ ചോദ്യം, പാഠപുസ്തകം പേജ് 173-ൽ നൽകിയിട്ടുള്ള മരുഭൂമിയുടെ സവിശേഷതകൾ വായിക്കുക. ഒപ്പം മറ്റു സവിശേഷതകൾ കൂടി കണ്ടെത്തി എഴുതുക. ചാർട്ട് തയ്യാറാക്കുക. സവിശേഷതകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വിശാലമായ മണൽപ്പരപ്പ്, മണൽക്കുന്നുകളുടെ സാന്നിധ്യം, പകൽ താപം കൂടുതൽ, രാത്രിയിൽ താപം കുറവ്, മഴ തീരെ കുറവ്, ജനവാസം തീരെ, വരണ്ട കാറ്റും ജലദൗർലഭ്യവും, ജനവാസം തീരെ കുറവ്, സഞ്ചാരത്തിന് ഒട്ടകത്തിന്റെ ഉപയോഗം.
38ാമത്തെ ചോദ്യം. പേജ് നമ്പർ 174 നൽകിയിട്ടുള്ള കുറിപ്പ് വായിക്കൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ഇനി നിങ്ങൾ ഈ കുറിപ്പ് വായിച്ച ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ വലിച്ചെറിയലും, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, കൃഷിയിടങ്ങളിലെ അശാസ്ത്രീയമായ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും, അമിതമായ മണ്ണെടുപ്പ്, വനനശീകരണം. 39ാമത്തെ ചോദ്യം. പേജ് നമ്പർ 175 നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കുക. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അവ? മഞ്ഞുരുകൾ. ആദ്യത്തെ ചിത്രം തൊട്ടുള്ള ഓർഡറിലാണ് പറയുന്നത്. മഞ്ഞുരുകൾ, വരൾച്ച, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം. 40ാമത്തെ ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, കാലം തെറ്റിയുള്ള മഴ, വരൾച്ച, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ. 41ാമത്തെ ചോദ്യം. പേജ് 175 അവസാനം നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാം എന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. അനിയന്ത്രിതമായ വനനശീകരണം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ വലിച്ചെറിയലും മണ്ണിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുന്നു. ഫാക്ടറികളിൽ നിന്നുള്ള വിഷവാതകങ്ങൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. കൃഷിയിടങ്ങളിലെ അമിതമായ കീടനാശിനികളുടെ ഉപയോഗം മണ്ണിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുന്നു. 42ാമത്തെ ചോദ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതി ഏത്? ഹരിത കേരളം മിഷൻ. 43ാമത്തെ ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ വാർത്താ ബോർഡിൽ പ്രദർശിപ്പിക്കുക. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരമായി പേപ്പർ, തുണി എന്നിവ കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കുക. അത് ജൈവ മാലിന്യങ്ങൾ എന്നാണ്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. നഷ്ടമാകുന്ന ജൈവവൈവിധ്യത്തിന് പകരമായി പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുക. 44ാമത്തെ ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സഹായിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുക. പോസ്റ്ററുകൾ നിങ്ങൾ തയ്യാറാക്കണം. അതിൽ കൊടുക്കാൻ പറ്റുന്ന വാചകങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മാലിന്യം വളമാക്കിയിടാം, തൈ നടാം, തണൽ നേടാം, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം, ഹരിതകർമ്മസേന നമ്മുടെ ശുചിത്വസേന, വേണ്ട ഇനിയും മണ്ണെടുപ്പ്. ഇനി ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളാണ്. 1ാമത്തെ ചോദ്യം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത്? യുറാനസ്. ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. നീലഗ്രഹം ഏത്? ഭൂമി. അവസാനത്തെ ചോദ്യം. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ ക്രമപ്പെടുത്തുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? താങ്ക് യു.